ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് ഒലേഷ്യ പാർക്കിലാണ്. ഒലേഷ്യ പാർക്കിൽ നമ്മൾ ഒരു ഗെറ്റ് ടുഗദറാണ് ഇപ്പോൾ ചെയ്യുന്നത്. ന്യൂ ഇയറും ക്രിസ്മസും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും ലേറ്റായിട്ടാണ് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫാമിലി ഫുള്ള് വന്നിട്ടുണ്ട്, അതുപോലെ കുഞ്ഞു മക്കളും എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഈ സന്തോഷം നിറഞ്ഞ ഈ സമയത്തെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഒലേഷ്യ പാർക്കിലാണ്. ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ വന്നു. ഇനിയും ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വലിയ പ്രോഗ്രാമൊന്നുമല്ല, ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ചും പിന്നെ ഒരു ഗെറ്റ് ടുഗദർ, അത്രയേ ഉള്ളൂ. അപ്പം ബാക്കി കുറച്ച് പേരൂടെ വരാനുണ്ട്, അവരെ കൂടെ നോക്കി വെയിറ്റ് ചെയ്യുകയാണ്. നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ, നന്നായിട്ട് നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അറേഞ്ച്മെൻറ്റ്, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പാർക്കാണ്. ഇവിടെയല്ല, ഓൾമോസ്റ്റ് സ്ഥലമെല്ലാം ക്ലീനാണ്, പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇവിടെ എവിടെ ചെന്നാലും നമ്മുടെ നാട്ടിലിങ്ങനെ തെങ്ങൊക്കെ ഉള്ളത് കൂട്ട് തന്നെ ഇവിടെയാണ്. ഇവിടുത്തെ ഇത് ഈന്തപ്പനയാണ്. അതെ, ആണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹങ്കർ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഞാനും സുചിത്രയും കൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഹങ്കർ സ്റ്റേഷൻ വഴി ഓർഡർ ചെയ്ത് നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഞാനും സുചിത്രയും കൂടെ അങ്ങോട്ട് പോവാം. അടുത്ത കൂടെ വരാനുണ്ട്. നമ്മളത് വാങ്ങിയിട്ട് ചെറിയ അങ്ങോട്ട് കൊണ്ടുപോവുക. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിനെ എപ്പോൾ എവിടെ പോയാലും കാണാൻ പറ്റും. ഇന്ന് ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് പ്രോഗ്രാം നമ്മൾ ഇത്തിരി ലേറ്റായി പോയി വെക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഒലേഷ്യ പാർക്കിൽ അങ്ങനെ ഫാമിലി ഗെറ്റ് ടുഗദറാണ്, എല്ലാവരും കൂടെ വന്നിട്ട്. ഇത് ശ്രീലക്ഷ്മി, ഇത് അശ്വതിയുടെ ബേബി, ഇത് ഹായ്, ഇത് റൂബിള്, ഇത് അശ്വതി, ഇത് ജാസ്മിൻ ബേബി. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് പാർക്ക് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്ന രംഗമാണ്. ഇത് മഞ്ജു ചേച്ചി, സൗമ്യ, ഇത് റോസിമോളുടെ ബേബി, ഹായ്, ഇത് സൗമ്യയുടെ മോള്, ഇത് ക്രിസ്റ്റയാണ്. ക്രിസ്റ്റ ഫോട്ടോ എടുത്തോണ്ടിരിക്കുവാണ്. ഇവിടെ റോസിയുടെ മമ്മി, ക്രിസ്റ്റയുടെ മമ്മി, പിന്നെ പൊൻസുമിയുടെ മമ്മി ഉണ്ട് ഇവിടെ. അവരൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ്, ചെറിയ രീതിയിലുള്ള എൻജോയ്മെന്റ്. ഇത് സാക്കു, ക്രിസ്റ്റയുടെ ബേബി സാക്കുക്കുട്ടനാണിത്, സാക്കുവിന്റെ ഫ്രണ്ട്. ഇത് സുചിത്രയുടെ ബേബിയാണ്, നൈനു. നൈനു, നൈനു ഹായ്. ഓ ക്യാറ്റ്, ഓ ക്യാറ്റ് ഉണ്ടോ അവിടെ? ക്യാറ്റ് ഉണ്ടോ അവിടെ? അയ്യോ, അവളൊരു ക്യാറ്റിനെ കണ്ടിട്ട് അതിന്റെ പുറകെ. ഓ ക്യാറ്റ്. ആ, ഇത് പൊൻസുമിയുടെ ചേട്ടൻ. ഇത് നമ്മുടെ സിന്ധി ചേച്ചി, ORന്റെ നെടുന്തൂണ്. ഇത് നമ്മുടെ സിന്ധു ചേച്ചി, നമ്മുടെ എല്ലാം എന്താ പറയുക, അതെ, റൂബിയുടെ നെക്ലേസ് ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റായിട്ടാ ചേച്ചി വന്നേക്കുന്നത്. ഇത് റോസിമോള്, ഇത് സുചിത്ര, ഇത് സൗമ്യയുടെ മോനാണ്. ഇവർ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഈ ഒരു ടൈമെന്ന് എനിക്ക് തോന്നുന്നു. പിള്ളേർക്ക് കാരണം അവർക്ക് ഇത്തിരി ഓപ്പണായിട്ട് ഒന്ന് കളിക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണ്. ഇത് മണ്ണിനകത്ത് സാക്കുവാണ്, ഫുള്ളും മണ്ണിനകത്ത് കളിച്ച് നടക്കുവാണ്. ഇത് റോസിയുടെ മോളാണ്. ഇത് സിന്ധിയേച്ചിയുടെ മോന്. പൂച്ചയുടെ പുറകെയാണ് പിള്ളേരെല്ലാം. നോക്കി, പൂച്ചയെ കണ്ടിട്ട് അതിനെ ഇട്ട് ഓടിക്കുക. ഇവിടെ പിള്ളേർക്കായിട്ട് കുറച്ച് ഒരു ഗെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേർക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് ഇവിടെ. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും, കാരണം എല്ലാവരും എപ്പോഴും ഒന്നിച്ചു കൂടാറില്ലല്ലോ, സംടൈംസ് ഒക്കെ അല്ലേ കൂടുന്ന. അപ്പം അതൊരു നല്ലൊരു എൻജോയ്. അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ നിന്ന് കഴിക്കാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റൊക്കെ സെറ്റ് ചെയ്ത്. ആ അതെ അതെ അതെ, എല്ലാവരും. വലിയ പാർക്കാണിത്. ഇവിടെ ഷുമേസി ഹോസ്പിറ്റലിനടുത്തുള്ള അവർക്കൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ പിള്ളേരെയും കൊണ്ടൊക്കെ വരാനും നമുക്കാണേലും കുറച്ച് നേരം ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള നല്ല സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്. വേണമെങ്കിൽ വന്ന് ഇവിടെ എൻജോയ് ചെയ്യാം. ഒലേഷ്യ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ചെറിയ തണുപ്പുണ്ട് ഇപ്പം, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റബിളാണ്. പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക.
നമ്മുടെ ഫുഡ് ഇന്ന് കപ്സയും ബ്രോസ്റ്റഡും ഒക്കെയാണ്. ഒത്തിരി വലിയ ഇതൊന്നുമില്ല, ചെറിയ രീതിയിൽ. ഇവിടെ സൗദിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ കപ്സയും ബ്രോസ്റ്റഡും. അപ്പോൾ അത് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നല്ല ഗ്രീനറി, നല്ല പ്ലാന്റ് ഒക്കെ നട്ട് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അമ്മമാരൊക്കെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണിത്. ഉറക്കം വരുന്നോ സാൻഡ്രിനോ? ദേവുവിന്റെ മനോഹരമായ സോങ് എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ബേബിയുടെ സോങ് പഠിക്കോ പഠിക്കോ. പാടുവോ? അവരെപ്പോഴും പാടുവോ? പാട്ട് കണ്ടോ? മിണ്ടല്ലേ, ആരും മിണ്ടല്ലേ. പാട്ടാണ്. ഒരാളും കൂടി ചേച്ചി കഴിക്കാൻ തുടങ്ങി. നമ്മൾ ബ്രോസ്റ്റഡ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എല്ലാവരുടെയും ഫേവറേറ്റ് ബ്രോസ്റ്റഡ്. പാർക്കിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഇതെന്താ റൂമോ എന്തോ സംതിങ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ സെക്യൂരിറ്റി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു കിണർ എന്തോ ആണെന്ന് തോന്നുന്നു, പഴയ ഇത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളും അങ്ങനെ കൺസ്ട്രക്ഷനൊക്കെ പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. നല്ല വ്യൂ ആയി പാർക്കിൻ്റേത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പാർക്കുകളെല്ലാം നല്ല ഇതേപോലെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇതുപോലെ ഒരു സെറ്റിംഗ് ആയിരിക്കും, നല്ല അടിപൊളിയായിട്ട്. അതെ, റോസിയുടെ മരം കയറ്റമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സിന്ധി ചേച്ചി ഓൾറെഡി ഫസ്റ്റ് പ്രൈസ് വോൺ ചെയ്തിരിക്കുന്നു. മലേഷ്യ പാർക്കിലുള്ള ഒരു ചെറിയ മരമാണ്, അത് കേറാൻ പാകത്തിനുള്ള ഹൈറ്റാ ഉള്ളത്. അടുത്ത സുചിത്ര കയറി കഴിഞ്ഞിരിക്കുന്നു. ആ സുചിത്ര തേർഡ് പ്രൈസ് സുചിത്രയ്ക്ക് പോയിരിക്കുന്നു മരം കയറ്റത്തിന്. ക്രിസ്റ്റയാണ് മരത്തെ കയറാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. ക്രിസ്റ്റ അതാ ക്രിസ്ത്യൻ, അങ്ങനെ ക്രിസ്ത്യൻ നോക്കരുത് ജാസ്മിനെ ക്ലാസിക്കില്ല അവള്. കളിച്ചോ
അടുത്ത ഗെയിമാണ്. കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ഓരോരുത്തരെടുത്ത് എടുക്കുക എന്നുള്ളതാണ് അടുത്ത ഗെയിം. കൈയൊക്കെ ഒന്ന് കാണിച്ച് ക്ലിപ്പ്, ചെറിയ ക്ലിപ്പ്. പിന്നെ ശ്രീലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്നത് ഇതാണ്. എല്ലാം ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഇടും, എല്ലാവരും ഓരോന്നോരോന്ന് എടുക്കും. അതാണ് നമ്മുടെ ഇതിന്റെ ചേച്ചി. നൈനും അതാ ഇടയ്ക്കൂടെ കടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് ഓരോരുത്തരും എടുക്കാം. ഓക്കെ, ആരാ സ്റ്റാർട്ട് ചെയ്യുന്നേ? ആദ്യത്തെ കമ്മലാണ്. ചൂസ് ചെയ്ത എല്ലാരും കളറ്. ഇത് സോപ്പ് പോലെ ഉണ്ട്. അപ്പൊ എല്ലാരും അവരവർക്ക് കിട്ടിയ ഗിഫ്റ്റുകള് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ് പറക്കൽ കോമ്പറ്റീഷനില് നമുക്ക് കിട്ടിയേക്കുന്ന ഗിഫ്റ്റ് ആണ്. എല്ലാരും ഒരേ എടുത്തിട്ട് വാ. ഇപ്പൊ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഓരോരുത്തരും അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് കമന്റ്സ് പറഞ്ഞ് അപ്പൊ എല്ലാരും ഗസ് ചെയ്യുകയാണ്. എന്നാ പെരുസ് ഇനി സൗമ്യ. എന്റെ കൂടെ വർക്ക് ചെയ്തതാണ്. വർക്കിൽ ഒത്തിരി ഫാസ്റ്റ് ആണ്, ഒത്തിരി സിൻസിയർ ആണ്. റിജക്റ്റഡ് വാച്ച് കെട്ടത്തില്ല, വാച്ച് ഇഷ്ടമില്ല. കർലി ഹെയർസ് ആണ്. ക്രിസ്റ്റ അയ്യോ കൗണ്ട് പറഞ്ഞാ മതിയായിരുന്നു. ഒറ്റ പോയിന്റ് പറഞ്ഞാൽ കൗണ്ടിങ് കൗണ്ട് എടുക്കും. അതിന് സിൻസിയർ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആ അതെ, പിന്നെ
എല്ലാം വരുന്നുണ്ടല്ലോ അവിടെ. അടുത്ത എയർ ഫ്രയർ പോയി രണ്ടാമത്തെ എന്റെ ഫ്രണ്ടിനെ ആക്ച്വലി എനിക്കൊന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഞാനാണോ? ഞാൻ അല്ല പറയട്ടെ ഫുള്ള്. ചേച്ചിയുടെ ഡ്യൂട്ടി ചേച്ചി ഒത്തിരി പെർഫെക്റ്റ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മളെ വന്ന് തിരുത്തി തരും, അങ്ങനെ ചെയ്യണം. ശാന്തി ചേച്ചിയായിരിക്കും. ശാന്തി ശാന്തി ക്യാമറ പിടിക്കാന്ന്. ഓക്കെ കരയുന്നടി ക്രിസ്റ്റ, കരയുന്നടി കരയുന്നടി ക്രിസ്റ്റ. പോട്ടെ. ചേച്ചിനെ എനിക്ക് ആദ്യം ഇവിടെ വന്ന് 2020 നമ്മൾ ആഘോഷിച്ചാണ് അവിടെ വെച്ചിട്ട് ശാന്തി. ഇനി അടുത്തത് എന്റെ ഫ്രണ്ട് മോർണിംഗ് ഡ്യൂട്ടി ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ജാസ്മിന് റോസി. അല്ല ശ്രീലക്ഷ്മി. അല്ല, പറ അടുത്ത കേസ്. ചുരുണ്ട മുടിയുള്ള ആളാണ്. ശ്രീലക്ഷ്മി. പുള്ളി ഇത്തിരി ചുരുളിച്ചുള്ള മുടിയുള്ള ആളാണ്. അധികം നീളമില്ല. ശ്രീലക്ഷ്മി. മോർണിംഗ് ഡ്യൂട്ടിയിൽ മാത്രം പുള്ളി ഒരുങ്ങി വരുന്നത്. ശ്രീലക്ഷ്മി ആഫ്റ്റർനൂൺ നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വരും, കണ്ണൊക്കെ എഴുതി. അതെ അതെ. എന്റെ ഫ്രണ്ട് ആള് ഭയങ്കര പാവാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നോ പറയാൻ അറിയില്ല ആൾക്ക്. നോ പറയാൻ അറിയില്ല ആൾക്ക്. ഞാൻ ഇനി മിണ്ടുന്നില്ല. പിന്നെ ഡ്യൂട്ടിക്ക് കഴിയുന്നതിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഇഷ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞു തരും. അശ്വതി. വാ ഗിഫ്റ്റ് തരാം, വാ. അടുത്ത എയർ ഫ്രയർ പോവുക. എന്റെ ഫ്രണ്ട് എമർജൻസിയിലുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാരും എന്റെ കൂടെ തന്നെ വന്നുള്ള ഒരാളാണ്. റുബിൽ. റുബില് നമ്മൾ രണ്ടു ഞാൻ എന്നാ പറയണ്ടേ, എന്നാ എന്റെ ഫ്രണ്ട് എമർജൻസിയിലെ തന്നെയാണ്. പിന്നെ ചില നേരം നല്ല സ്വഭാവം, ചില നേരം എടുത്തിറക്കാൻ തോന്നുന്നു. ജാസ്മിന് എനിക്ക് കിട്ടിയ ആള് ഏറ്റവും വലിയ ആളാണ്. കൊണ്ട് പറ്റുന്നത് ഏറ്റവും ചെറിയ ഗിഫ്റ്റ് ആയി പോയി അയാൾക്ക്. ഇഷ്ടപ്പെട്ട ഒരാളാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെടും. ചേച്ചി പറഞ്ഞതില് ചേച്ചി എന്നോട് പിന്നെ ഒരു ക്ലൂ എനിക്ക് തോന്നുന്നു ഈ 2026 ഉണ്ടായപ്പോ ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം കിട്ടിയത് ഞാൻ വിശ്വസിക്കുന്ന ആള്. സിമ്പിളായിട്ട് പറയാം, നമ്മൾ ഇത്രയും വലിയ ആർക്കാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം കിട്ടിയത്? എന്റെ പൊൻഷിമി. പൊൻസിമേന്ന് പറഞ്ഞാണോ? റോസി ബോൾ. കൂടിയുള്ള ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ ഉള്ളൊരു എന്നാലേ പറഞ്ഞോ, മനസ്സിലുള്ളതൊക്കെ പറഞ്ഞോ റോസ് മോളെ. ഇപ്പൊ നല്ല അവസരമോ പറയാനുള്ള എല്ലാം പറഞ്ഞോ.
എമർജൻസി സീനിയർ സ്റ്റാഫാണ്. പാവം ചേച്ചിയാണ്. പാവം ചേച്ചിയോ? അത് പറ്റത്തില്ല. ആ 2 മക്കളുടെ അമ്മയാണ്. ഓക്കെ. പിന്നെ കസേര വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. അടുത്തുള്ള കസേര മാത്രം മതിയായിരുന്നു. അതെ, ഞങ്ങളുടെ കുടുംബിനി എല്ലാ കാര്യത്തിലും നല്ല ഓളമുള്ള ആളാണ്. എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്ന ആളാണ്. ഓക്കെ പറയുന്ന നമ്മുടെ കൂടെ വന്ന നമ്മുടെ അമ്മമാരുടെ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അവർ നമ്മുടെ ഒപ്പം ഇത്രയും തണുപ്പത്ത് കൂടെ നിന്ന് വയ്യെങ്കിൽ പോലും കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതിനുള്ള ഞങ്ങളുടെ സൈഡിൽ നിന്നൊരു സ്നേഹോപകാരം. റോസിയുടെ അമ്മയായിരുന്നു അത്. ഇത് പൊൻഷുമിയുടെ മമ്മിയാണ്. ഇത് സുചിത്രയുടെ അമ്മയാണ്. ഇത് ക്രിസ്റ്റയുടെ മമ്മി. എന്റെ ഫ്രണ്ട് ഒരു സീനിയർ സ്റ്റാഫാണ്. നമ്മുടെ സീനിയർ ആണ്. എല്ലായിടത്തും കയറി വേണ്ടിക്കോളും. ആരും വേണ്ടിയില്ലെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കയറി വേണ്ടി. അതാരാണാവോ? ആരും ഇഷ്ടമില്ല. മീൻസ് പറയാൻ ആരും ഹൈഡ് ചെയ്ത് വെച്ചാലും ചോദിച്ചോളൂ. നമ്മളെ വിളിച്ച് ചോദിക്കും. ഒന്നുമില്ല ചെയ്യാൻ വേണ്ടിട്ട്. ആര് പറഞ്ഞാലും റെഫ്യൂസ് ഒന്നും ചെയ്യത്തില്ല. അതൊക്കെ ഒരു നല്ലൊരു നല്ല ക്യാരക്ടറാണ്. വീട്ടിലൊന്ന് ആക്ഷൻ അടിക്കാറില്ല. സുഖാണോ പിള്ളേർ സുഖാണോ ഹോസ്പിറ്റലിൽ ആര് വയ്യാന്നുണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് അങ്ങ് അറിഞ്ഞിരിക്കും. ആരും പോയി സഹായം വേണ്ടെന്ന് പറഞ്ഞാലും എന്നെ സഹായിക്കാന്ന് പോയി സഹായിക്കുന്ന ഒരാളാണ്. ആരും കിട്ടിയിട്ടില്ല പ്രൈസ്. നൈറ്റ് വ്യൂ ആണ് ഇത്. നല്ല തണുപ്പുണ്ട് ഇപ്പം. നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. നല്ല രസമുണ്ട്. പക്ഷെ തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അല്ലാത്തപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈവനിങ്ങിൽ. പൂച്ചക്കുട്ടന്മാരിവിടെ എപ്പോഴും ഉണ്ട്. ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു വളരെ സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും ചേർന്നൊരു പ്രോഗ്രാമായിരുന്നു ഇത്. അടിപൊളിയാണ് നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഫുൾ ലൈറ്റിങ്ങോടുകൂടി ഇത് പാർക്കിലോട്ട് എൻട്രി ചെയ്യുന്ന ഒരു ഏരിയയാണ്. എത്രയും ലൈറ്റിങ്. ശരിക്കും ഏറ്റവും സൗദിയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഫുള്ളി നൈറ്റ് നല്ല ലൈറ്റിങ് കൊടുത്ത് എല്ലായിടവും നല്ല അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യുന്ന. സിനിമയൊക്കെ കണ്ടിട്ടേ നൈറ്റ് തിരിച്ചു പോകുന്നോട്ടുണ്ട്. നൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഓർമ്മ വരുന്നില്ലേ? നല്ല തണുപ്പ്, സ്വെറ്ററൊക്കെ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ.